സർവം കൃഷ്ണ. ഞാൻ ഇന്നലെ കൃഷ്ണനും കരിക്കുടവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്നും പറയലുണ്ട്, കൃഷ്ണൻ്റെ കാര്യങ്ങളാണ് എനിക്ക് അധികം ഇഷ്ടം, കൃഷ്ണനെയാണ് എനിക്ക് അധികം ഇഷ്ടം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ എൻ്റെ കൃഷ്ണഭക്തിയല്ല. ചെറിയ കുട്ടിയാകുമ്പോഴേ എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കഥകൾ ഞാനിങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഉണ്ണിക്കണ്ണനും മാത്രമുള്ള ഒരു ലോകമാണ്. അപ്പോൾ ഞാൻ എന്നും വീഡിയോ ഇടലുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ കുറൂരമ്മയുടെ കഥകൾ. അപ്പോൾ ഇന്നും കുറൂരമ്മയും ഉണ്ണിക്കണ്ണനുമായിട്ടുള്ള കഥകളാണ്. കാരണം ഞാനൊരമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ ആ ഒരു മാതൃഭാവമാണ് എൻ്റെ മനസ്സിൽ. അതുപോലെ തന്നെയാണ് കുറൂരമ്മയുടെ ഓരോരോ ഉണ്ണിക്കണ്ണനുമായിട്ടുള്ള കഥാഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ ശരിക്കും ആ കുറൂരമ്മ എന്നുള്ള വ്യക്തി ഞാനാണ് എന്ന സങ്കല്പത്തിലേക്ക് ഞാൻ മാറുകയാണ്. ശരിക്കും പറയുകച്ചാൽ ഞാൻ ഈ പറയുന്ന ഭഗവാന്റെ കഥകളൊക്കെ ഞാൻ ഭഗവാന്റെ രൂപം എൻ്റെ മുന്നിൽ ശരിക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും പല അവസരങ്ങളിലും എനിക്ക് ഒരു ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെടാറുണ്ട് ഭഗവാന്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഭക്തര്, ഭഗവാനെ അത്രയും അടിയുറച്ച ഭക്തര് എന്ത് പറഞ്ഞു കൊടുത്താലും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് മറ്റുള്ളവർക്ക് അത് എന്താ പറയുക, അതൊരു എന്ത് പറഞ്ഞാലും അതവർ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് ഒരു ഗുണം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തരോടുള്ള ഭഗവാന്റെ സ്നേഹം കൊണ്ടാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു കുറൂരമ്മയുടെ ഒരു അനുഭവം ഞാനിന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു തിരുമേനി നമ്പൂരിക്ക് കലശലായിട്ടുള്ള വയറുവേദന. അയാൾ ഒരുപാട് കാലങ്ങളായിട്ട് ഈ വയറുവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു മരുന്നും അയാൾക്ക് ആ വയറുവേദനയ്ക്ക് പ്രതിവിധിയായിട്ട് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചികിത്സകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് അസുഖവും കണ്ടുപിടിക്കാനും അതിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഏത് രീതിയിലുള്ള അസുഖമാണെങ്കിലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല ഒരു ചികിത്സ നമുക്ക് ഇന്നത്തെ കാലത്തുണ്ട്. പണ്ട് കാലത്തൊന്നും അതില്ല. എന്തെങ്കിലും വല്ല കായോ മുള്ളോ കിഴങ്ങോ ഒക്കെ ആയിട്ടുള്ള ചികിത്സകളാണ്. അപ്പോൾ ഈ തിരുമേനി ഒരുപാട് കാലമായിട്ട് ഈ വയറുവേദന സഹിച്ച് നടക്കുകയാണ്. ഈ തിരുമേനിക്കാണെന്ന് വെച്ചാൽ അത്ര അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വയറുവേദന കൊണ്ട് ഇയാൾക്ക് നീറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നും ഈ എന്താ പറയുക ഉരുണ്ട് മടങ്ങിയിട്ടാണ് ഇയാൾ വയറ് വേദനിച്ചത്. നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വയറുവേദനയുടെ കാഠിന്യം നമ്മൾ അനുഭവിക്കാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ഈ തിരുമേനിക്ക് വളരെയധികം വയറുവേദനയാണ്. അങ്ങനെ ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്ത് വരികയാണ് ഈ തിരുമേനി വന്നിട്ട് പറയാണ്, എനിക്ക് സ്വാമി, എനിക്ക് ഭയങ്കരമായിട്ട് വയറ് വേദനിച്ചിട്ട് വയ്യ. ഞാൻ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ജീവിച്ച ആളൊന്നും അല്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കും ഭഗവാൻ ഈ വയറുവേദന തന്നത് എന്ന് പറഞ്ഞിട്ട് വില്ലുമംഗലം സ്വാമിയാരോട് തൻ്റെ ഈ വയറുവേദന നല്ലോണം ഉണ്ട് എന്നുള്ള കാര്യം വില്ലുമംഗലം സ്വാമിയാരോട് പറയണം. അപ്പം ഇത് കേട്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ പറയണ, ഞാൻ കണ്ണനോട് പൂജയിൽ വരുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ദീപാരാധന സമയത്ത് വില്ലുമംഗല സ്വാമിയാരെടുത്ത് ആ ഒരു പായസം കഴിക്കാനായിട്ട് ഉണ്ണിക്കണ്ണൻ ഓടി വരലുണ്ട്. ഉണ്ണിക്കണ്ണൻ വരുന്ന ആ ഒരു വരവ് എങ്ങനെയാണ് വില്ലുമംഗലം സ്വാമിയാർ അറിയല്? ആ മഞ്ചാടിക്കുരു തട്ടിയ ശബ്ദവും അതേപോലെ തന്നെ കുടം വീണ് പൊട്ടിയ ശബ്ദവും അതല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിൻ്റെ ആ ഒരു അരമണിയുടെ നാദം, അതല്ലെങ്കിൽ ആ ഒരു കൊലുസ് അതിൻ്റെ കിണികിണി എന്നുള്ള ശബ്ദം, ഇതൊക്കെ ഇങ്ങനെ ദൂരത്തുനിന്ന് വില്ലുമംഗലം തിരുമേനി കേൾക്കാണ്.
അപ്പം തന്നെ തിരുമേനിക്ക് അറിയാം ആ ഉണ്ണി വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾ ദൂരത്തുനിന്ന് ഓടി വരുമ്പോൾ നമ്മളെന്താ പറയുക, ആ അവനേ ഞാനേ അങ്ങനത്തെ കൊലുസ് ഇടിച്ചത് അവന് ഓടി വരുമ്പോഴേക്ക് വേഗം അറിയാനാണെന്ന് പറയും. അതുപോലെ തന്നെ വില്ലുമംഗലം സ്വാമിയാർക്ക് അറിയാം. അത് മാത്രമല്ല, ഉണ്ണി വില്ലുമംഗലം സ്വാമിയാരുടെ അടുത്ത് വരുമ്പോൾ കഴുത്തിൽ പിടിച്ചു തൂങ്ങും, കവളത്ത് ഉമ്മ വയ്ക്കും, താടിയിൽ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കും, തലയിൽ കയറിയിരിക്കും. ഇതൊക്കെ വില്ലുമംഗലം സ്വാമിയാരെ ആസ്വദിക്കുകയാണ് ഉണ്ണിയുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെ ഭഗവാന്റെ കഥകളിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വില്ലുമംഗലം സ്വാമിയാര് ഉണ്ണി ഇതേപോലെ ദീപാരാധനയ്ക്ക് വന്ന് പായസം കഴിക്കുന്ന സമയമാണ്. നമ്മൾ പറയില്ലേ നല്ല സമയം നോക്കിയിട്ട് കാര്യങ്ങൾ ചോദിക്കണമെന്ന്. ആ സമയത്ത് വില്ലുമംഗലം തിരുമേനി ചോദിക്കണ്ടായിത്രേ, പിന്നെ ഈ ചോദിക്കണ്ടായിത്രേ ഉണ്ണിയോട്, ഉണ്ണി ഇങ്ങനെ ഒരു പിന്നെ ഒരു തിരുമേനി നമ്പൂരിക്ക് വളരെയധികം വയറുവേദന ഉണ്ട്, അതിന് എന്താ ചെയ്യുക എന്നുള്ളത് ചെയ്യാന്ന് ചോദിച്ചു കേട്ടോ. ആ ചോദിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉടനെ മറുപടി, ഒത്തിരി ഗൗരവത്തിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ ഗൗരവത്തിൽ പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ, അദ്ദേഹം മുൻജന്മങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നല്ല സമയത്ത് അദ്ദേഹത്തിൻ്റെ വേളീനെയും അതേപോലെ കുട്ടികളെയൊന്നും നോക്കാണ്ട് അയാളുടെ ഇഷ്ടത്തിന് അവിടെയും ഇവിടെയും പോയി അലഞ്ഞു തിരിഞ്ഞ് ജീവിതം നല്ല രീതിയിലൊന്നും ജീവിക്കാതെ കുട്ടീനെയും വേളീനെയും ഒക്കെ കഷ്ടപ്പെടുത്തിയിട്ട് ജീവിച്ച വ്യക്തിയാണ്. അപ്പം അയാൾക്ക് അതൊന്നും മോചനമൊന്നുമില്ല, അയാൾ അനുഭവിച്ചോട്ടെ തോന്നൂത്ര ഉണ്ണിക്കണ്ണൻ. അത് പറഞ്ഞപ്പോൾ തിരുമേനിക്ക് ആകെ ഒരു വിഷമായി. പക്ഷെ ഈ തിരുമേനി പറഞ്ഞ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞ തിരുമേനി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വില്ലുമംഗലം തിരുമേനി ഇത് ചോദിച്ചിട്ട് തൻ്റെ വയറുവേദനയ്ക്ക് ഭഗവാൻ ഒരു മരുന്ന് തരുന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പൂജ കഴിഞ്ഞ് വില്ലുമംഗലം തിരുമേനി പുറത്തേക്ക് വന്നപ്പോൾ ഈ നമ്പൂരിയോട് പറഞ്ഞുത്രേ, നമ്പൂരിയോട് പറഞ്ഞുത്രേ, കണ്ണൻ പറഞ്ഞു, നല്ല സമയത്ത് താങ്കൾ ചെയ്ത ഒരുപാട് ചീത്ത പ്രവൃത്തികളുണ്ട്, അതിൻ്റെ ഫലം കൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ വന്നത്, അതുകൊണ്ട് അതിപ്പോൾ എന്താ ഒന്നും ചെയ്യാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു കണ്ണൻ എന്ന് വില്ലുമംഗലം തിരുമേനി ഇദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണൻ വിചാരിക്കുകയാണ്, ഓ ഭഗവാൻ പോലും എന്നെ കൈവിട്ടിരിക്കണോ, എങ്ങനെ കൈവിടാതിരിക്കുക, ഞാൻ അത്രയും ചീത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അപ്പോൾ പിന്നെ ഭഗവാന് കൈവിടാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, അനുഭവിക്കുക തന്നെ. നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നതൊക്കെ ഞാനായിട്ട് ഇല്ലാണ്ടാക്കിയതാണ്. ഇപ്പോൾ എന്നെക്കൊണ്ട് ഒരു ഭാരമായിരിക്കണോ വീട്ടുകാർക്ക്, കാരണം എനിക്ക് നീറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, വയറ് വേദനിച്ചിട്ട് ഒരു ജോലിക്കോ എന്ത് കാര്യങ്ങൾക്കും പോവാൻ എനിക്ക് കഴിയില്ല. ഈ വയറുവേദന കൊണ്ട് ഈ മടങ്ങി ചുരുണ്ട് കിടക്കൽ മാത്രമാണ്. ഓ ഭഗവാൻ എന്നെ കൈവിട്ടല്ലോ എന്നുള്ള ആ വിഷമത്തോടു കൂടി ഇയാളെ മെല്ലെ നടന്ന് പിന്നെ ചെല്ലുന്നത് ആരെടുത്താ, കുറൂരമ്മയുടെ അടുത്താണ്. കുറൂരമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ നല്ല സമയമാണ്. കുറൂരമ്മ ഭഗവാന് പഴവും പഞ്ചസാരയും അതേപോലെ വെണ്ണയും ഒക്കെ അവിലും ഒക്കെ നേദിച്ച സമയമാണ്. അപ്പോൾ വേഗം തിരുമേനീനെ കണ്ടപ്പോൾ കുറൂരമ്മയ്ക്ക് നമുക്കറിയാം, കുറൂരമ്മ ആരെ കണ്ടാലും അവര് ഭയങ്കര ഇഷ്ടമാണ് കുറൂരമ്മയ്ക്ക്, അല്ലാണ്ട് യാതൊരു ആൾക്കാരോടൊരു വിരോധവും ഇല്ല, അങ്ങനെയാണ്. അങ്ങനെ കുറൂരമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കുറൂരമ്മ പറഞ്ഞു, പിന്നെ തിരുമേനി ഇതാ പഴവും അവിലും വെണ്ണയൊക്കെ ഞാൻ ഭഗവാനെ നേദിച്ചതുണ്ട്, ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വേഗം സന്തോഷമായിട്ട് ഒരു ഇലയിൽ ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അത് കണ്ടപ്പോൾ തിരുമേനി ഒരു വിഷമം, തിരുമേനിയുടെ മുഖത്തൊരു വിഷമം കണ്ടു. അപ്പോൾ കുറൂരമ്മ ചോദിക്കുകയാണ്, അല്ല എന്താ തിരുമേനി, ഇത് ഭഗവാന്റെ പ്രസാദല്ലേ, കഴിച്ചൂടെ, എന്താ ഇത്ര വിഷമം, വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കുറൂരമ്മ ഈ തിരുമേനിയോട്. അപ്പോൾ തിരുമേനി പറയാണ്, തിരുമേനി അല്ലെങ്കിലും വിചാരിച്ചതാണ് കുറൂരമ്മ, ഭഗവാന്റെ സ്വന്തം ആളാണ് കുറൂരമ്മ. അപ്പൊ കുറൂരമ്മയോട് തൻ്റെ ഈ വയറുവേദന പറഞ്ഞാൽ ചിലപ്പോൾ കുറൂരമ്മയ്ക്ക് മാറ്റിത്തരാൻ പറ്റുന്നൊരു തോന്നലുണ്ടായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ കുറൂരമ്മയോട് പറയാണ് തൻ്റെ വയറുവേദനയുടെ കാര്യം. അപ്പോൾ കുറൂരമ്മ എടുത്ത വഴിക്ക് എന്താ പറയണത്, തിരുമേനി അവിലും പഴവും വെണ്ണയൊക്കെ കണ്ട് കഴിച്ചോളൂ, അത് കഴിച്ചു കഴിഞ്ഞാൽ തിരുമേനിയുടെ ആ ഒരു വയറുവേദനയൊക്കെ മാറിക്കോളും. എന്നിട്ട് ഭഗവാന്റെ അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്നിട്ടുള്ള ആ ഒരു നാമത്രയം അത് സ്ഥിരമായിട്ട് അങ്ങോട്ട് ജപിച്ചോളൂ
എന്ന് കഴിഞ്ഞാൽ ഈ ജപം എത്രത്തോളം മുറുകണു അത്രത്തോളം തിരുമേനിയുടെ വയറുവേദനയും മാറിക്കോളും എന്ന് പറഞ്ഞു കേട്ടോ ഈ കുറൂരമ്മ. അത് പറഞ്ഞതും തിരുമേനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം മനസ്സോട് കൂടിയിട്ട് വേഗം ആ നമ്മളെ കുറൂരമ്മയുടെ ആ ഭക്തിയിലുള്ള വിശ്വാസം അപ്പൊ തിരുമേനി എന്ത് ചെയ്തെന്നറിയോ, വേഗം ഈ തന്ന ഭഗവാന്റെ പ്രസാദമൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അതിരുന്ന് കഴിച്ചതോട് കൂടിയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വയറുവേദനയ്ക്ക് കുറച്ചൊരു ശമനം ഉണ്ടായി എന്ന് തോന്നി അയാൾക്ക്. അത് കഴിഞ്ഞു പിന്നെ ഈ നാമത്രയം ഉണ്ടല്ലോ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് പറഞ്ഞ ഈ കുറൂരമ്മ പറഞ്ഞു കൊടുത്തത് ഒരു മൂലമന്ത്രമായിട്ട് അദ്ദേഹം സങ്കല്പിക്കുക ചെയ്തത്. അത് നിർത്താതെ ആ ഒരു കുറൂരമ്മയുടെ അടുത്ത് നിന്നിട്ട് ആ ഒരു നാമത്രയം അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയതാ പറഞ്ഞത്. അതിന് പിന്നെ എന്നും അയാൾ ആ ഒരു നാമത്രയത്തിലാണ് അയാളുടെ ജീവിതം. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, ഈ ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞ് നാമത്രയം പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം കുറൂരമ്മ പറഞ്ഞു, ഈ ഒരു മന്ത്രം ആരൊക്കെ അസുഖം വന്നാലും നിങ്ങൾ ജപിച്ചോളൂ, അതുകൊണ്ട് നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറും. അത് എത്ര വലിയ അസുഖങ്ങളാവട്ടെ ഈ നാമത്രയം എന്നുള്ളത് എല്ലാവർക്കും ജപിക്കാം. നിങ്ങളുടെ അസുഖത്തിന് ശമനം കിട്ടാൻ ഭഗവാനെ വിചാരിച്ചിട്ട് ഈ നാമത്രയം നിങ്ങളോട് ചെയ്തിക്കോളൂ, ആ എല്ലാവർക്കും അസുഖങ്ങൾ മാറ്റി കിട്ടുന്നു. അപ്പൊ ഈ എല്ലാവർക്കും എന്നുള്ളത് നമ്മളില് ഈ കരികാലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന നമ്മൾക്കും ബാധകമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് മാറാരോഗങ്ങൾ, ക്യാൻസറോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഈ പല പല അസുഖങ്ങളുണ്ടല്ലോ, എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ മന്ത്രം നിങ്ങളങ്ങോട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. നിങ്ങൾ ഭഗവാനെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ജീവൻ ഭഗവാൻ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ഈ ഭഗവാന്റെ ഈ ഒരു നാമം കൊണ്ട് അസുഖങ്ങൾ മാറും എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ എൻ്റെ ഇതിൽ ഭഗവാൻ ആണ് എൻ്റെ ലോകം. എൻ്റെ പല സമയത്തും എനിക്ക് ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് ഞാൻ ചെറിയ അസുഖങ്ങളാണെങ്കിലും ശരി എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഞാൻ ഭഗവാന്റെ കാല് പിടിച്ച് കരഞ്ഞ് കടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ നീക്കുമ്പോൾ ആ ഒരു അസുഖം എനിക്ക് പിന്നെ ആ ഒരു അസുഖേ ഉണ്ടായിട്ടില്ല. അതേപോലെ പല വിഷമസന്ധികളിലും നമുക്ക് പൈസയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലവരുടെ അടുത്ത് നമ്മൾ എത്ര അത്യാവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഭഗവാനെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ ഭഗവാനോട് പാതാരവിന്ദത്തിൽ വീണിട്ട് കരഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനെ അങ്ങനെ മനസ്സിൽ അത്രയും വിശ്വാസത്തോടു കൂടി ഭഗവാനെ അങ്ങോട്ട് വിചാരിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വന്നവരൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളോട് ആ ഒരു എതിർപ്പ് ഇല്ലാണ്ടാവുന്നത് എനിക്ക് പലപ്പോഴും അനുഭവമാണ്. അപ്പോൾ ഏത് അസുഖങ്ങളെ കൊണ്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരാണെങ്കിലും ഈ നാമത്രയം ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ, അതുകൊണ്ട് നിങ്ങളുടെ അസുഖം മാറും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന അസുഖമാണോ അതിന് നിങ്ങൾക്ക് ശമനം ഉണ്ടാവും. അതാ ഞാൻ പറയുന്നത്. അത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും അത് ചെയ്തോളൂ. ഭഗവാനോടുള്ള വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്. ഞാൻ എല്ലാവരോടും പറയും, ഭഗവാൻ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നിങ്ങളെ കയ്യിൽ നിന്ന് ഭഗവാനൊന്നും വേണ്ട. എന്താ നിങ്ങളെ കയ്യിൽ നിന്ന് വേണ്ട? ഒരു ഉറുപ്പിയുടെ കോയിൻ പോലും ഭഗവാന് വേണ്ട. ഭഗവാന് നിങ്ങളുടെ കള്ളത്തരമില്ലാത്ത സ്നേഹം മാത്രം മതി. അപ്പോൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഗുരുരമ്മ പറയും ചെയ്തു, എന്നിട്ട് ഇയാളോട്, നിങ്ങൾ ഒരുപാട് കാലം നിങ്ങളുടെ അമ്മേനെയും ഭാര്യയെയും ഒന്നും നോക്കാതെ ചീത്ത പ്രവൃത്തിയിലൂടെ ജീവിച്ചു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ചീത്ത പ്രവൃത്തിയിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ ഭഗവാൻ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ദോഷഫലങ്ങൾ എന്താന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും നാവിൽ നാമജപം മാത്രം ഭഗവാനെ ധ്യാനിച്ച് അങ്ങോട്ട് കഴിഞ്ഞോളൂ. എത്ര നിങ്ങൾ ചെല്ലണോ അത്രത്തോളം അതിന് വരുമ്പോൾ ഈ അസുഖം മാറും, പൂർണ്ണമായി അസുഖം മാറിക്കോളുന്ന് കുറൂരമ്മ പറയുകയാണ്. അങ്ങനെ ഈ കുറൂരമ്മയുടെ ഉപദേശം ശിരസാ സ്വീകരിച്ചിട്ട് ഈ തിരുമേനി അവിടുന്ന് യാത്രയാവുകയാണ്.
ആ അന്നത്തെ ആ ഒരു പ്രസാദം കഴിച്ചു, കുറച്ച് വേദനയ്ക്ക് മാറ്റമുണ്ട് തോന്നി. പിന്നെ രാവിലെ 4 മണിക്ക് നീക്കിയ ഇദ്ദേഹം കുളി, സൂര്യ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ഈ ഭഗവാന്റെ മന്ത്രം അങ്ങനെ ഉരുവിട്ട് അത് ഉരുവിടാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വയറുവേദന പതുക്കെ കുറഞ്ഞ് തീരെ ഇല്ലാണ്ടായിരുന്നു. പിന്നെ അയാളുടെ ജീവിതം അയാൾ പറയാണ് രാജാവിനെ തുല്യായി എന്ന്. കാരണം വീട്ടില് മറ്റത് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ ഇയാൾ ബാധ്യതയായിരുന്നു, ഒരു ജോലിക്ക് ഇയാൾക്ക് പോകാൻ പറ്റില്ല എന്നത്. അതൊക്കെ മാറി വളഞ്ഞ് കുത്തി നടന്നിരുന്ന വൃദ്ധനെ പോലെ നടന്നിരുന്ന ആ തിരുമേനി നല്ല ഒരു യോദ്ധാവിനെ പോലെ ദൃഢശരീരനായി മാറി. അസുഖമൊക്കെ മാറി വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ പഴയ ജീവിതം സന്തോഷജനകമായി വന്നു. അപ്പോൾ അത് മാറിയിട്ട് അങ്ങനെ മാറിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും, എന്നും ഈ കുറൂരമ്മയുടെ അവിടെ വന്നിട്ട് മച്ചില് കുറൂരമ്മ നേദിച്ച ഭഗവാന്റെ പ്രസാദം രാവിലെ ആദ്യം വാങ്ങി കഴിച്ചിട്ടാണ് അദ്ദേഹം ബാക്കി ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കുക. അത് പിന്നെയുള്ള കാലം മുഴുവനും ആ തിരുമേനി അങ്ങനെ കുറൂരമ്മയുടെ ഇല്ലത്ത് വന്നിട്ട് കുറൂരമ്മ പൂജിച്ച ഭക്ഷണം എന്നും ആദ്യം വാങ്ങി കഴിക്കും. അങ്ങനെ ഭഗവാന്റെ പരമഭക്തനായി. അതുമാത്രമല്ല കുറൂരമ്മയുടെ ആ ഒരു കഴിവാണെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഇയാൾ ഒരു ദിവസം കുറേ കാലം കഴിഞ്ഞിട്ട് വില്വമംഗലം സ്വാമിയാരെ കാണാൻ വരികയാണ്. കണ്ടതാണ്. കണ്ടപ്പോൾ ഈ വില്വമംഗലം സ്വാമിയാർ നല്ല ഉഷാറായി, നമ്മൾ ഒരു യോദ്ധാവിനെ പോലെ അത്രയും ആരോഗ്യം ഉള്ള ആളായി മാറിയത്. അപ്പോൾ പിന്നെ വില്വമംഗലം സ്വാമിയാർ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്, നിങ്ങളുടെ അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയണത്, അതൊക്കെ മാറി, ഞാൻ എനിക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് ഇപ്പം എനിക്ക് എൻ്റെ ജീവിതം സ്വർഗമാണ് എന്ന് പറയുകയാണ് വില്വമംഗലം സ്വാമിയാരോട്. അങ്ങനെ വില്വമംഗലം സ്വാമിയാരോട് പറഞ്ഞപ്പോൾ കുറച്ച് വില്വമംഗലം സ്വാമിയാരുടെ മുഖമൊക്കെ ഒന്ന് വാടി. കാരണം ഞാനും ഭഗവാനെ പൂജിക്കുന്ന ആളാണ്, അതുപോലെ തന്നെയാണ് കുറൂരമ്മയും. എന്നിട്ടും എന്താ ഭഗവാന് ഇങ്ങനെ ഒരു പക്ഷാഭേദം എന്ന് മനസ്സിൽ തോന്നാനില്ല. എന്നിട്ട് അന്ന് ഭഗവാൻ വില്വമംഗലം സ്വാമിയാരുടെ അടുത്ത് എത്തി. രാത്രി ഇതേപോലെ ദീപാരാധന കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് പായസം കഴിക്കാൻ എത്തിയപ്പോൾ വേഗം പായസം എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് വില്വമംഗലം സ്വാമിയാർക്ക്, നമുക്കങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഈർഷ്യ തോന്നും. അങ്ങനെ വില്വമംഗലം സ്വാമിയാർ ഉണ്ണിക്കണ്ണനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ ഉണ്ടാവാൻ എന്ന് ചോദിച്ചു. അപ്പോൾ വില്വമംഗലം സ്വാമിയാരോട് ഉണ്ണിക്കണ്ണൻ പറഞ്ഞത് എന്താ അറിയോ, എന്നോട് എന്താ കാരണം എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ എന്നോട് ചോദിക്കല്ലേ ചെയ്തുള്ളൂ, ഈ അസുഖത്തിൻ്റെ കാരണം ചോദിക്കല്ലേ ഉള്ളൂ, അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തോളൂ എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കുറൂരമ്മ അങ്ങനെയല്ല പറഞ്ഞ്, കുറൂരമ്മ മാറിക്കോളും, ഈ നാമം അങ്ങോട്ട് ചെല്ലിക്കോളൂ എന്നാ പറഞ്ഞു. എന്നെ അത്രയും ഭക്തിപുരസനം സേവിക്കുന്ന ഒരു ഭക്ത അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വാക്ക് പാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഇല്ലേ. സ്വാമിയാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ കൃഷ്ണനോടൊന്ന് ചോദിക്കട്ടെ, എന്നോട് സ്വാമിയാർ എന്താ ചോദിച്ചത്, ഇങ്ങനെ ഇതുണ്ട് നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ മാറ്റി കൊടുക്കാൻ പറഞ്ഞോ, ഇല്ല. മാറുന്ന അദ്ദേഹത്തിനോട് സ്വാമിയാർ പറഞ്ഞോ, ഇല്ലല്ലോ. കുറൂരമ്മ എന്താ പറഞ്ഞത്, ഇതാണ്ട് ചെയ്തോളൂ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തൻ, എൻ്റെ ഭക്തൻ എന്നെ വിശ്വസിച്ചിട്ടല്ലേ ആ ഒരു വാക്ക് കൊടുത്തത്. അതാണ് രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്നിട്ട് വില്വമംഗലം സ്വാമിയാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ ചിരിച്ചുത്രേ. അത് ആ ചിരി കണ്ടപ്പോഴത്തേക്കും വില്വമംഗലം സ്വാമിയാരുടെ മനസ്സൊക്കെ മാറിയിട്ടോ. എന്നിട്ട് പറഞ്ഞു അത്രേ വില്വമംഗലം സ്വാമിയാരോട്, അച്ഛൻ ഇപ്പം 3ാമത്തെ ജന്മമായിട്ടേ ഉള്ളൂ, പക്ഷേ കുറൂരമ്മ 7ാമത്തെ ജന്മാണ്, ഇത് കുറൂരമ്മയുടെ അവസാനത്തെ ജന്മാണ്. അപ്പം ഞാൻ കൂടുതൽ അമ്മേനെ വേണ്ടേ നോക്കാൻ, അമ്മയ്ക്കിത് കഴിഞ്ഞു, ലാസ്റ്റ് ജന്മാണ്, അമ്മ ഇനി എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോരുകയാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഭക്തരുടെ വാക്ക് അത് ധൈര്യമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ, നിങ്ങൾക്ക് എന്ത് അസുഖങ്ങളും മാറ്റി കിട്ടും. അപ്പോൾ സർവം കൃഷ്ണമയം. കൃഷ്ണ.